ദൈവാത്മാവും നിങ്ങളുടെ ആത്മാവും തമ്മിലുള്ള ബന്ധത്തെയാണ് പറയുന്നത് ആത്മബന്ധമെന്ന്. അല്ലാതെ നിങ്ങൾ മറ്റൊരു ലോകത്തിലേക്ക് കയറി പോവുകയൊന്നും അല്ല, മൂന്നാം ലോകത്തിലേക്ക് കയറി പോകുന്നതല്ല, നാലാം മണ്ഡലത്തിലേക്ക് കയറി പോകുന്നതല്ല. അതൊന്നും അല്ല ഇവിടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ രണ്ട് കാലേ നിൽക്കുമ്പോൾ നിങ്ങളുടെ തല സ്വർഗത്തിൽ ചെല്ലുന്നതാണ് ഫെയ്ത്ത്. യു ആർ സ്റ്റാൻഡിങ് ഓൺ ദിസ് എർത്ത് ബട്ട് യു ആർ ലിവിങ് ഇൻ ഹെവൻ. ആ സ്വർഗീയതയിൽ ജീവിക്കുന്നതാണ്. അപ്പോഴും നിങ്ങളുടെ കാലം എവിടെ തന്നെയാണ്? ഈ ഭൂമി തന്നെയാണ്. നിങ്ങളുടെ ആത്മലോകത്തിലേക്കുള്ള പ്രവേശനം ലോകം കാണുന്നില്ല. അന്നേരം നിങ്ങൾ കണ്ണടച്ച് കൈകൾ ഇങ്ങനെ പത്മാസനത്തിലിരിക്കുകയൊന്നും അല്ല. നിങ്ങൾ ചിലപ്പോൾ ചന്ത മീൻ വാങ്ങിക്കാൻ പോകുമായിരിക്കും, പക്ഷെ നിങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ആത്മാവിന്റെ ലോകത്തിലാണ്. ആത്മാവിന്റെ ലോകത്തിൽ നടക്കുമ്പോൾ വണ്ടി ഓടിച്ചാൽ വണ്ടി ഇടിക്കത്തൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിന്റെ ലോകത്തിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ ആരും അല്ലാതായി തീരും, അങ്ങ് വേറൊരു ലോകത്തിലേക്ക് കയറും. അങ്ങനൊന്നും ഇല്ല. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ എവിടെ ജീവിക്കണം? എവിടെ? ആത്മാവിന്റെ ലോകത്തിൽ ജീവിക്കണം. ആത്മാവിനെ അറിയണം. അതാണ്. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ വാക്കുകളെല്ലാം ഞാൻ ഉപയോഗിക്കുമ്പോഴെല്ലാം എൻ്റെ പേടി ഇതാണ്. കാര്യം എല്ലാ വാക്കുകളും കറപ്റ്റാണ് ഇപ്പോൾ. എല്ലാ വാക്കുകളും വേറെ അർത്ഥത്തിൽ ആളുകൾ ഉപയോഗിച്ച് മനുഷ്യൻ്റെ മനസ്സിൽ ഇതാൽ ആകെ കറപ്റ്റഡാണ്. ആ കറപ്ഷൻ അല്ലെങ്കിൽ ആ കറപ്റ്റായിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ദൈവം നമുക്ക് ഒരു എന്താണ്, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതായ ഒരു സ്റ്റേജ്. ഇനി നമ്മൾ ഇവിടുത്തെ വ്യക്തികളുടെ ആദ്യം നമ്മൾ വളരെ ഇതിൻ്റെ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുകയായിരുന്നു. അത് അല്പം കട്ടിയാണെന്ന് എനിക്കറിയാം. എന്നാലും അത് പഠിച്ചിട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഈ അദൃശ്യ ലോകത്തിലേക്ക് ഈ ആളുകൾ കയറിയതെന്നും ആ ലോകത്തിൽ എന്താണ് ഇവരെ വ്യത്യസ്തരാക്കിയതെന്നും നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്ഷരത്തിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നെന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഒറ്റയടിക്ക് വായിച്ചു പോകുമ്പോൾ കാണുന്നതായ കാര്യങ്ങൾക്കപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. ഇവ ആദ്യത്തെ ആളെ എടുക്കുക. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ആദ്യത്തെ ആള് ആരാണ്? ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഇവിടെ അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആദ്യത്തെ ആളെ കാണുകയാണ്. എന്താ? വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ഈസ് അബൌട്ട് ഹാബേലിനെ കുറിച്ചാണ് പറയുന്നത്. കയ്യിൻ്റെ ഹാബേലിൻ്റെ സ്റ്റോറി നിങ്ങൾക്കറിയാം. കയ്യിനും ഹാബേലും യാഗം ഇത്രയേ ഉള്ളൂ. കയ്യിൻ്റെ ഹാബേലിൻ്റെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിനും ഹാബേലും എന്ത് ചെയ്തു? യാഗം കഴിക്കാൻ, അല്ലെങ്കിൽ കയ്യിനും ഹാബേലും യാഗം കഴിച്ചു. യാഗം കഴിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് യാഗമെന്നാണെങ്കിലും ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. കയ്യിൽ എന്ത് ചെയ്തു? തൻ്റെ കൃഷിഫലങ്ങളിൽ നിന്ന് കൃഷിഫലങ്ങൾ കൊണ്ട് അർപ്പിച്ചു. ഹാബേൽ എന്ത് ചെയ്തു? ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് അർപ്പിച്ചു. ഹാബേലിൻ്റെ യാഗം ദൈവപ്രസാദമുള്ളതായിരുന്നു. കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ഇത് നമുക്കറിയാം, സ്റ്റോറി അറിയാം. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല എന്ന് നമ്മൾ ദൃശ്യലോകത്തിൽ കാണുമ്പോൾ ചില കാര്യങ്ങൾ വെച്ച് നമ്മൾ എന്തുകൊണ്ട് പ്രസാദിച്ചില്ല എന്ന് പറയും. പഴയ സിനിമാ പാട്ടുണ്ടല്ലോ, ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ ദൈവത്തിന് ബലി നൽകി സ്വാർത്ഥനായ കായൻ സ്വന്തം നിലമറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു പാട്ടാണ്. എനിക്കിപ്പോഴും വിശ്വാസമില്ല കയ്യൻ കൊണ്ട് ചീഞ്ഞഴിഞ്ഞ ഫലമൂല്യങ്ങൾ കർത്താവിന് കൊടുത്തെന്ന്. അങ്ങനെ വേറെ എഴുതിയിട്ടൊന്നുമില്ല. അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. അന്ന് സമൃദ്ധിയായിട്ടുണ്ടല്ലോ. എന്തിനാണ് ഈ ചീഞ്ഞഴിഞ്ഞ ഫലമൂല്യങ്ങൾ കൊണ്ട് കൊടുക്കുന്നത്? അതെന്തോന്ന് അങ്ങനെ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല കയൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. അവനുള്ളതിനകത്ത് നല്ലത് തന്നെയാണ് കൊണ്ട് കൊടുത്തതെന്ന് എൻ്റെ ചിന്ത. പക്ഷേ കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ട്? അപ്പോഴാണ് നമുക്ക് പുതിയ ഫിലോസഫി ഉള്ളത്. രക്തച്ചൊരിച്ചിലാണ് ബ്രദറെ പ്രധാനം. രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ല. രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ലെന്നുള്ളതൊക്കെ അന്നത്തെ തത്വമല്ല. അത് പോട്ടെ, അത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അവിടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കയ്യിൻ്റെയും ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായതെന്ന്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കയ്യീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. കൃത്യമായിട്ടുണ്ട്. പ്രസാദിക്കാഞ്ഞത് ശരിക്കും പറഞ്ഞാൽ യാഗത്തിലല്ല, പ്രസാദിക്കാഞ്ഞത് അവരുടെ സ്വഭാവത്തിലാണ്, വ്യക്തിയിലാണ്, ആറ്റിറ്റ്യൂഡിലാണ്. ഹാബേലിലും അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു, കയ്യീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. കയ്യീനിലാണ് പ്രസാദിക്കാഞ്ഞത്. അത് ആട്ടിൻകുട്ടിയുടെ പ്രശ്നമല്ല എന്നുള്ളത് തെളിയിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. കയ്യീൻ കോപിച്ച് വന്ന സമയത്ത് ദൈവം അവനോട് പറയുന്നു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ആട്ടുകുട്ടിയെ കിട്ടാഞ്ഞിട്ട് ആയിരുന്നെങ്കിൽ കർത്താവ്, നീ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് യാഗം ഉറപ്പിക്കാഞ്ഞത് എന്നാ മോനെ, അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് പ്രസാദം ഉണ്ടാവുകയില്ലേ എന്നായിരുന്നു വാസ്തവത്തിൽ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയാണോ ചോദിച്ചത്? അല്ല. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ? അതിൻ്റെ അർത്ഥം വ്യക്തിയാണ് പ്രധാനം. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളുടെ ഒരു വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ ആരാധനയാണ് പ്രധാനമെന്നാണ്. നമ്മുടെ ആരാധനയല്ല പ്രധാനം. എന്താണ് പ്രധാനം? നമ്മുടെ വ്യക്തിത്വമാണ്, നമ്മുടെ കർത്താവിനോടുള്ള സ്വഭാവം, നമ്മുടെ ഇടപെടലാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മളുടെ കർത്താവിനോടുള്ള മനോഭാവമാണ്. നമ്മളാണ് പ്രശ്നം.
ആരാധിച്ച് നമ്മുടെ പാപങ്ങളെ ഒന്നും മുക്കിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് നിങ്ങൾ ഐസ് ക്യൂബ് വെള്ളത്തിലിട്ടേച്ച് ഒരു സ്ട്രോ കൊണ്ട് കുത്തിപ്പിടിച്ചാൽ ഇച്ചിരി നേരം അത് താഴോട്ട് കിടക്കും, പക്ഷേ സ്ട്രോ മാറ്റിയാൽ ഈ സാധനം പിന്നെയും പൊങ്ങി വരും. ഇതുപോലെയുള്ളൂ നിങ്ങൾ ആരാധനയിൽ നിങ്ങളുടെ പാപങ്ങളെ മുക്കിക്കളയാമെന്ന് ചിന്തിക്കുന്നത്. ദൈവം ആരാധന നോക്കുന്നവനല്ല, ദൈവം വ്യക്തിയെ നോക്കുന്നവനാണ്. നിന്റെ ലൈഫ് എങ്ങനെയാണ്, നിന്റെ ദൈവത്തോടുള്ള റിലേഷൻ എങ്ങനെയാണ്, നീ എങ്ങനെയാണ് ദൈവത്തെ കാണുന്നത്, ഇതാണ് പ്രധാനം. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. എന്തുകൊണ്ട്? അവൻ്റെ യാഗം രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നതാണെന്നുള്ളത് മാത്രമല്ല, രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ യാഗാർപ്പണത്തിൽ ഈ രണ്ട് കാര്യങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കയീൻ ചെയ്തത് എന്താണ്? കയീൻ അവൻ്റെ വസ്തുവകകളിൽ നിന്ന്, അഥവാ അവൻ്റെ അധ്വാനത്തിൽ നിന്ന്, അവൻ്റെ വിയർപ്പിൽ നിന്ന് ഒരു ഭാഗം ദൈവത്തിന് കൊണ്ട് കൊടുക്കുകയാണ്. അതിനകത്ത് തെറ്റുണ്ടോ എന്നുള്ളതല്ല, തെറ്റില്ല. പക്ഷേ കയീൻ ഹാബേൽ ചെന്നത് ആട്ടിൻകുട്ടിയുമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാം, അതെല്ലാം അവന് കൊടുക്കാൻ പറ്റുള്ളൂ, അവൻ ആടിനെ നോക്കുന്നവൻ, മറ്റവൻ കൃഷി ചെയ്യുന്നവൻ. പക്ഷെ അതല്ല അവിടുത്തെ അർത്ഥം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ മാരാമൺ കൺവെൻഷന് ഞങ്ങൾ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കൺവെൻഷൻ്റെ ഈ പന്തലിടുന്ന ഓല അതെല്ലാം ഞങ്ങളുടെ വീടുകളിൽ നിന്നാണ്. കാര്യം ആ മാരാമൺ ഭദ്രാസനവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള വീടുകളാണ് ഞങ്ങളുടെ വീടുകൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം 50 മടൽ ഓലക്കീട് കൊണ്ടാണല്ലോ അവിടെ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും പാവങ്ങൾ 10 കൊടുക്കും, ചിലർ 50 കൊടുക്കും, ചിലർ 100 മടൽ ഓല കൊടുക്കും. അങ്ങനെയാണ് അന്ന് പന്തലിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആർക്കാണ്ട് ഇതിന് വല്ല നേരം ഉണ്ടോ, അല്ലെങ്കിൽ ഓലയുണ്ടോ, അല്ലെങ്കിൽ എന്ത് പോയി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു 500 രൂപ കൊടുത്തേക്കും. അപ്പോൾ ഓലയ്ക്ക് പകരം രൂപ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കരുത്, കൃഷിഫലങ്ങൾക്ക് പകരം ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു എന്ന് ചിന്തിക്കരുത്. ആട്ടിൻകുട്ടിയെ അവൻ യാഗമാക്കുകയാണ്, ഫലമൂല്യങ്ങൾ യാഗമാക്കുകയല്ല. അങ്ങനെ വാക്കവിടെ വരുന്നെങ്കിലും അത് അവൻ നേർച്ച കൊടുക്കുകയാണ്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അവൻ്റെ അധ്വാനത്തിൽ നിന്ന്, അവൻ്റെ വിയർപ്പിൽ നിന്ന് കുറച്ച് കാര്യം അവൻ എന്ത് ചെയ്യുന്നു, ദൈവത്തിന് കൊടുക്കുന്നു. എന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുമ്പോൾ അതൊരു വേറൊരു സൈൻ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചിഹ്നങ്ങളുണ്ട്. എന്താണ് ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നത്? നമ്മൾ പറയുന്നത്, ദൈവമേ, എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരെണ്ണം തന്നെ നിനക്ക് തരുന്നതല്ല. പ്രത്യുത ഈ ആട്ടിൻകുട്ടി ഈ യാഗമൃഗത്തിൽ കിടക്കുന്നത് എനിക്ക് പകരമാണ്. അതാണ് യാഗത്തിൻ്റെ പ്രത്യേകത. ഞാനായിരുന്നു ഇവിടെ കിടക്കേണ്ടത്, എനിക്ക് പകരമാണ് ഞാനിത് അർപ്പിക്കുന്നത്. പക്ഷേ ആത്മാവിൻ്റെ ലോകത്തിൽ ഞാൻ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഏത് യാഗത്തിൻ്റെയും പ്രത്യേകത അതാണ്. ധനികനായ ഒരു പഴയ നിയമ യാഗങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരുത്തന് യാഗമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കാശിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാര്യം യാഗമർപ്പിക്കുന്നതിന് പകരം എന്ത് പറ്റത്തില്ല, കാശ് കൊടുത്ത് കാര്യം നേടാൻ കഴിയത്തില്ല. യാഗം തന്നെ വേണം. എന്തുകൊണ്ട്? യാഗം ഒരു സിമ്പലാണ്. ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ ദൈവത്തിന് യാഗമർപ്പിച്ചാലും ആ യാഗമർപ്പിക്കുന്ന സമയം മുതൽ ആ യാഗമൃഗം ദൈവത്തിൻ്റെ വകയാണ്. അതായത് ഇന്നലെ വരെ എൻ്റെ ആയിരുന്ന ആട്ടിൻകുട്ടി ഇപ്പോൾ ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വകയാണ്. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയാണ്. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്താൽ പിന്നീട് എനിക്ക് അതിൻ്റെ മേൽ യാതൊരു അവകാശവും ഇല്ല. ഹാബേൽ യാഗമർപ്പിക്കുമ്പോൾ അവൻ പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? ദൈവമേ, ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം നിനക്ക് തരുന്നു. ഇനി ഞാനില്ല, ഞാൻ നിന്റെ വകയാണ്. ഐ ആം യുവേഴ്സ്, യു ആർ മൈ ഓണർ. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയാണ്. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നതിനായി അവൻ ഒരു ലെറ്ററിനകത്ത് തീറാധാരം എഴുതി കൊടുത്തൊന്നുമില്ല. പക്ഷേ യാഗമർപ്പിക്കുമ്പോൾ അവൻ പറയുന്നത് അദൃശ്യ ലോകത്തിൽ അവൻ അവനെ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ്. ഇക്കാര്യം, അതായത് ഇവിടെ യാഗം ജീവാർപ്പണമാണ്. കയ്യിൻ്റെ കാര്യത്തിൽ അതല്ല. കയ്യൻ പറയുന്നത്, ഞാൻ അധ്വാനിച്ചു, ആ അധ്വാനിച്ച് എനിക്ക് ഫലമുണ്ടായി, നിന്റെ സഹായം കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഫലം നിനക്കിരിക്കട്ടെ. കയ്യൻ അവൻ്റെ വിയർപ്പുമായിട്ടാണ് വരുന്നത്, ഹാബേൽ അവൻ്റെ രക്തവുമായിട്ടാണ് വരുന്നത്. ദിസ് ഈസ് ദ ഡിഫറൻസ്. അവൻ്റെ രക്തവുമായി അവൻ വരുന്നത് അദൃശ്യ ലോകത്തിലാണ്. അതുകൊണ്ടാണ് അത് വിശ്വാസത്താൽ എന്ന് പറയുന്നത്. വിശ്വാസത്താൽ ഈ യാഗാർപ്പണം, ഈ ആടിനെ അർപ്പിച്ചത് എനിക്ക് പകരമാണ്. ഇവിടെ ഞാനായിരുന്നു കിടക്കേണ്ടത്. എൻ്റെ ഓണർഷിപ്പ് ദൈവമേ ഞാൻ നിനക്ക് തരുന്നു. നീതിയുടെ കാര്യത്തിൽ എനിക്ക്, അതായത് എൻ്റെ വിയർപ്പുമായി ഞാൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ അധ്വാനിച്ച് ഞാൻ ദൈവത്തിനൊരു ഭാഗം കൊടുക്കുകയാണ്. അതൊരു നേർച്ചയാണ്. നേർച്ച വേറെ, യാഗം വേറെ. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ്. യാക്കോബിൻ്റെ കാര്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, യാക്കോബ് നേർച്ച നേടുകയാണ്. അല്ലാതെ യാക്കോബ് തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അബ്രഹാം ഒരു യാഗപീഠം പണിത് യാഗം ഉറപ്പിച്ചു.
ഇസഹാക്കിന് പ്രത്യക്ഷനായപ്പോൾ ഇസഹാക്ക് ഒരു യാഗപീഠം പണിത് യാഗം അർപ്പിച്ചു. യാക്കോബിന് പ്രത്യക്ഷനായപ്പോൾ യാക്കോബ് യാഗം അർപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവൻ കിടന്നിരുന്ന കല്ല് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് നാട്ടി അതിന്മേലെ എണ്ണ ഒഴിച്ച് ഒരു നേർച്ച നേർന്നു. ഈ അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്? നേർച്ച എന്താണ്? എൻ്റെ ഗീവറീസ് പുണ്യവാള, എൻ്റെ 12 കോഴിക്കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെങ്കിൽ 2 എണ്ണത്തിനെ നിനക്ക് തന്നോളാമേ എന്ന് പറയുന്നതാണ് നേർച്ച. പിന്നെ ഗീവറീസ് പുണ്യവാളൻ്റെ ചുമതലയാണ് ഇതിനകത്തൊന്നും നഷ്ടപ്പെടാതെ ഇതിൻ്റെ പുറകെ നടക്കുക എന്ന് പറയുന്നത്. കാര്യം 1 പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ? 12 നോക്കി നടത്തുകയാണെങ്കിൽ 2 ഞാൻ നിനക്ക് തന്നേക്കാം. അതൊരു ബിസിനസ്സാണ്. ദാറ്റ്സ് എ ബിസിനസ്. പക്ഷേ യാഗം അതല്ല. യാഗം എന്താണ്? ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയാണ്, ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് ദൈവത്തിന് പ്രസാദമാകുവാൻ കാരണം. ഹാബേൽ എന്ത് ചെയ്തു? അവൻ്റെ ഉടമസ്ഥാവകാശം അവൻ ദൈവത്തിന് കൈമാറ്റം ചെയ്തു. കയീൻ അവൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുത്തില്ല. ഹാബേൽ അവൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുത്തു. എങ്ങനെ? ബൈ ഫെയ്ത്ത്. അത് അദൃശ്യ ലോകത്തിൽ നടന്ന ഒരു യാഥാർത്ഥ്യമാണ്, ദൃശ്യലോകത്തിൽ കാണുന്ന യാഥാർത്ഥ്യമല്ല.